ഷിജോ കാട് കയറി ആദ്യം കാട്ടിലോട്ട് പോയി, പിന്നെ ഡയറക്ഷൻ മാറി റോഡിലോട്ട് ഇറങ്ങി, പിന്നെയും കാട്ടിലോട്ട് പോകുന്നുണ്ടോ? കാട്ടിലേക്ക് പോകാനുള്ള വഴി അതൊരു പക്ഷേ മറന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിലൂടെ അതിങ്ങനെ നടക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആദ്യം ആ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറ്റിയ കാട്ടാന അത് വഴിയൊരുക്കിയ ആ സ്ഥലത്തോടെ ഓടിപ്പോകുന്നു. പിന്നീട് വനംവകുപ്പ് പടക്കം പൊട്ടിക്കുന്നു. ആ പടക്കം പൊട്ടിച്ചതിന് പിന്നാലെ അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് ഒരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ റബ്ബർ തൈ വെച്ചിരിക്കുന്ന കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ആ കൃഷിയും ഇപ്പോൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടെ. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ അവിടുന്ന് തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാട്ടാന ഇപ്പോൾ മറ്റൊരു കൃഷി ഭൂമിയിലേക്ക് കയറി പോയിരിക്കുകയാണ്. അത് ഇങ്ങനെ ദിശ അറിയാതെ പോവുകയാണ്. അതിനെങ്ങോട്ട് പോകണമെന്നോ എവിടെ പോയി അമ്മയെ കണ്ടുപിടിക്കണമെന്നോ ഒന്നും അതിനറിയില്ല. അതിപ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ലക്ഷ്യമില്ലാതെ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ കൃഷിയിടത്തിൽ അത് അല്പം ശാന്തനായിട്ട് നിൽക്കുകയാണ്. വനംവകുപ്പ് പടക്കം പിടിച്ചപ്പോൾ അത് കുറച്ച് ചിന്നിച്ചിതറി ഓടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുമ്പ് കണ്ടത്. എന്തായാലും ഇതിപ്പോൾ ആശങ്ക പൂർണ്ണമായിട്ട് ഒഴിയുകയല്ല, ആശങ്ക കൂടുകയാണ്. ആദിയും വ്യാധിയും ഇവിടെയുള്ള മനുഷ്യന്മാർക്കുണ്ടാകും, സ്വാഭാവികമാണ്. കാരണം അവരുടെ കൃഷി, അവർ പൊന്നുപോലെ നോക്കുന്ന റബ്ബർ തൈയൊക്കെ ഈ വന്യമൃഗങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെയാണ് ഓരോരുത്തരും ഈ പറയുന്ന കൃഷി റബ്ബർ തൈയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. ആ റബ്ബർ തോട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ കാട്ടാന പോയിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ നമ്മൾ ഈ ക്യാമറ ഒരുപക്ഷെ പോയാൽ, വനംവകുപ്പും പോയാൽ ഈ കാട്ടാന സൂക്ഷിക്കണം. നമ്മളിനി ആ കാടിനടുത്തോട് പോയി കഴിഞ്ഞാൽ നൈസായിട്ട് അമ്മയാനൊക്കെ അവിടെ നിൽപ്പുണ്ടെന്നെ മുന്നിൽ പെട്ട പണിയാണ്. വേണ്ട, അങ്ങനെ റിസ്ക് എടുക്കുന്ന പരിപാടി വേണ്ട. എന്തായാലും ഇതുവരെയുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ കൃത്യമായ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഷിജോയും നമ്മുടെ സഞ്ജയ് ഇക്ബാലും അവർ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വാക്കുകളിൽ എടുത്തു പറയേണ്ട കാര്യമില്ല. കുഞ്ഞാപ്പി ആന അവിടെ കുഴി പോയി, കുഴിയിൽ നിന്ന് അതിനെ കയറ്റുന്ന ദൃശ്യങ്ങൾ മുതൽ ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ തുടരുകയാണ്. പോത്തിനും തേത്തവാഴ നമ്മൾ പണ്ട് ചോദിക്കുന്ന പോലെ ആനക്കുഞ്ഞിനെന്ത് റബ്ബർ തൈ, അതൊക്കെ ചവിട്ടി മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അലി മുളക്കൽ പ്രേക്ഷകൻ പറഞ്ഞു, ആഷ്മി ചിഹ്നം വിളിക്കുകയല്ല, ഒരമ്മയെ കാണാത്ത കുഞ്ഞിൻ്റെ നിലവിളിയാണ്. പാവം കണ്ടാൽ അറിയാം അതിൻ്റെ വെപ്രാളം. അതിൻ്റെ അമ്മയെ തിരയുക, സംസാരിക്കാൻ കഴിയുമെങ്കിൽ പറഞ്ഞതിന് എൻ്റെ അമ്മയെ കാണിച്ചതാ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആന അവിടെ ഇറങ്ങി അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ കൃഷിയൊക്കെ നട്ട് വലുതാക്കി പൈസ മുടക്കിയ മനുഷ്യന്മാരുടെ, കർഷകന്മാരുടെ മനസ്സിൽ വലിയ തീയുണ്ടാവും. നമ്മൾ ഈ കാണുന്ന ഒരുപക്ഷെ ഒരു കൗതുകം, കാരുണ്യം, ഒരുപക്ഷെ ആ കർഷകർക്ക് അത്രയും കൗതുകം കാരുണ്യം ഉണ്ടാകാൻ വഴിയില്ല. കാര്യം അവരുടെ ജീവിതത്തിൻ്റെ നെഞ്ചിൽ കൂടാണ് കുട്ടിയാന കുഞ്ഞും കാട്ടാനൊക്കെ ഓടുന്നത്. അപ്പോൾ എന്തായാലും ആ കുഴിയിൽ നിന്ന് കയറ്റി വിട്ടിട്ട് ആന അതിന് അമ്മയെ തിരയുന്നുണ്ട്. അമ്മയെടുത്തോട്ട് പോകാതെ ഇനി രക്ഷയില്ല. കാര്യം അത് ജനവാസ മേഖലയിൽ തുടരുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അപകടമാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് കുട്ടിയാനയ്ക്ക് അമ്മയാനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ. നമ്മുടെ ഷിജോയും സഞ്ജയ് ഇക്ബാലും അതിന് പിന്നാലെ തന്നെയുണ്ട്. ഒരുപാട് അടുത്തല്ലെങ്കിൽ കൂടും അതിന് പിന്നാലെ തന്നെയുണ്ട്. നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.